ഞാൻ കാണിച്ചത് അത് ഇത് പൊട്ടി പടവലെ ഇതിനൊക്കെ ഏതാ വളം ഈ പടവലക്ക് കോഴിക്കാട്ട ഏതാ വളം? അത് എന്തെങ്കിലും അതെ ജൈവ ജൈവവളമല്ല രാസവളമല്ല. അതെ അല്ലേ? അത്ര മതി. ഏട്ടൻ്റെ ഒരിക്കലും കൊടുക്കേ കൊടുത്തോളൂ. ഇവിടെ ഇപ്പം നമ്മളിത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. സത്യം ഞങ്ങൾ വിൽക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരു 100 കിലോ പൊടിച്ചിട്ടുണ്ടാവും. ആ ഒരാൾക്ക് ഒരു കായ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞ വിൽക്കാനുള്ള പർപ്പസ് അല്ല. ഇപ്പം ഈ കോഴിമുട്ടല്ലേ ഒരു 1500 രൂപ മാസം ചിലവുണ്ടാവും കോഴിക്ക്. വിട്ടുന്ന ഒരാൾ അല്ല നമ്മുടെ ആൾക്കാർക്ക് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരും കാര്യങ്ങൾക്കും അവർക്കൊക്കെ കൊടുക്കും. അല്ലാതെ ഇതുവരെ കൃഷി ചെയ്യാതെ ഇത് ഏത് മാസത്തിലാ പഴുക്ക്? നമ്മൾ ഈ തൈ വെച്ചിരുന്ന സമയത്ത് മാർച്ച് മുതൽ കായായിരുന്നു. പഴുത്ത് മാർച്ച് ഏപ്രിലൊക്കെ നന്നായി കായ. ഏപ്രിൽ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല അതിന്റെ സമയമായിരുന്നു. ഏറ്റവും കൂടുതൽ കായ ഉണ്ടാവുന്ന സമയമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലേക്കായി മെയ് ജൂണിലേക്ക് ആവുള്ളൂ. നല്ല ചോന്ന കളറാവല്ലേ? ഇത് മഞ്ഞ അത് ചുവപ്പ് രണ്ട് വരണ്ടേ? കംപ്ലീറ്റ് തെരിയ പോയി. ആ കണ്ണിലെ അതിലെ പ്രത്യേക പാടുകളാണ്. ഭയങ്കര ഇതായിരുന്നു. എന്ത് മരമായിരുന്നു വെച്ചിട്ടത് എന്ത് രസമായിരുന്നു വെച്ചിട്ടാ. ഇതിന്റെ മുകളിൽ അധികം കായ ഉണ്ടാവില്ല. കായക്കൊലയില് അതിന് വലിയ കായയും ഇതൊക്കെ വെള്ളരിക്ക, കുമ്പളങ്ങ, പയറ്, പച്ചക്കറിയുടെ പാടം കണ്ട. പാടം പച്ചക്കറി മയിൽ കറി നോക്കിയോ. മയിൽ കറി നോക്കി. നല്ല പാടത്ത് വിളഞ്ഞിണ്ടായ നല്ല ജൈവ വളമൊക്കെ ഇട്ട കുമ്പളങ്ങയും വെള്ളരിക്കും. അപ്പോൾ ഒരുപാട് കളക്ഷനായിട്ടാണ്. വെള്ളരിക്കായി, പിന്നെ നമ്മുടെ വാഴക്കൊടപ്പൻ, കുമ്പളങ്ങ, താളി തേക്കാൻ ചെമ്പരത്തിയില,